ഹലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ കോർണർ സോൾവ് ആകാത്ത ഓപ്ഷൻ വരുമെന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി കോർണർ എല്ലാം സോൾവ് ആയിരുന്നു. ഈ കോർണർ സോൾവ് ആയെന്ന് പറയുമ്പോൾ ഞാനത് എങ്ങനെയാണ് കോർണർ സോൾവ് ആയെന്ന് ഇമേജസിൽ കൂടി കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഫൈനൽ ലെയറിൽ ഇതാണല്ലോ കോർണർ, ഈ രണ്ട് കോർണറും സോൾവ് ആയിരുന്നു. അതായത് ഇവിടെ ബ്ലൂ ആണെങ്കിൽ ഇവിടെയും ബ്ലൂ വരുന്ന രീതിയിൽ സോൾവ് ആയതുകൊണ്ട് നമ്മൾ ഈ കോർണർ സോൾവ് ആകുന്ന സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഈ കോർണർ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ കോർണർ സോൾവ് ചെയ്യുന്ന അൽഗോരിതമാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കോർണർ ആണ്, ഇത് കണ്ടോ, ഇതാണ് നമ്മളിപ്പോ ഇത് ബ്ലൂ ആണ്, ഇവിടെയും ബ്ലൂ വരണം, ഇതാണ് കോർണർ എന്ന് പറയുന്നത്. ഈ കോർണർ സോൾവ് ആകുന്ന സ്റ്റെപ്പാണ് ഇത്, കണ്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു കോർണർ ഉണ്ടോ, ഇതാണ് സംഭവം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. കണ്ടോ, ഇത് കോർണർ സോൾവ്ഡ് ആണ്, കണ്ടോ. ഈ എഡ്ജ് മാത്രം നമ്മളിനി സോൾവ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഈ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, മാച്ച് ആക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ ഈ കോർണർ സോൾവ് ആണ്, ഫൈനൽ ലെയറിൽ കോർണർ സോൾവ് ആണ്. ഇനി നമ്മുടെ ഈ എഡ്ജ്, ഇത് കണ്ടോ, ഈ എഡ്ജ് മാത്രം സോൾവ് ആയാൽ മതി, കണ്ടോ. കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഇതെല്ലായിടത്തും ഇതേപോലെ സോൾവ് ആയി വന്നുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഇത് കാണിച്ചു പോവുകയാണ് എങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിപ്പോ അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ, ഇതുപോലെ കോർണർ സോൾവ് ആകാത്ത സ്റ്റേജ് വരികയാണെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വശത്തും ഇതേപോലെ സോൾവ് ആകാത്ത വരും, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു വശത്ത് സോൾവ് ആയത് വരും. മനസ്സിലായോ? ഒരു വശത്ത് ഇങ്ങനെ സോൾവ് ആയത് വരും. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കിടക്കുക. അപ്പൊ നിങ്ങൾ തിരിച്ചിങ്ങനെ നിങ്ങൾ സോൾവ് ആക്കി എടുക്കുക, കണ്ടോ. അതിനുശേഷം നേരെ നമ്മൾ തല തിരിക്കുക. അതായത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് സോൾവ് ആയതിന്റെ നേരെ ഓപ്പോസിറ്റ് പിടിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ കോർണർ സോൾവ് ആകാനുള്ള അൽഗോരിതം അപ്ലൈ ചെയ്യേണ്ടത്. ഈ കോർണർ സോൾവ് ആകാനുള്ള അൽഗോരിതം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഈ കോർണർ സോൾവ് ആകാനുള്ള അൽഗോരിതം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അൽഗോരിതം പറഞ്ഞുതരാം, ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അൽഗോരിതം പറഞ്ഞു തരുന്നത്, അതായത് ആർ ഡാഷ്, അതായത് ആർ ഡാഷ് ആന്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് നേരെ തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ആർ ഡാഷ്, പിന്നെ എഫ്, വീണ്ടും ആർ ഡാഷ്, പിന്നെ ബി 2, ഓക്കെ, പിന്നെ ജസ്റ്റ് ആറ്, പിന്നെ എഫ് ഡാഷ്, ഓക്കെ, പിന്നെ ആർ ഡാഷ്, ഓക്കെ, പിന്നെ ബി2, ഓക്കെ. അതിനുശേഷം നമ്മൾ R2. സോ ഇപ്പൊ നമ്മൾ നോക്കിക്കേ, ഇപ്പൊ നമ്മുടെ കോർണേഴ്സ്, ആ അൽഗോരിതം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കോർണേഴ്സ് എല്ലാം മാച്ച് ആയി, കണ്ടോ. നിങ്ങൾക്ക് കോർണർ മാച്ച് ആയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എഡ്ജ്, ഇത് രണ്ടും കോർണർ, ഇതേപോലെ തന്നെ എല്ലായിടത്തും, കണ്ടോ. ഇപ്പൊ നമ്മൾ കോർണർ മാച്ച് ആകുന്ന സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത്. ആ അൽഗോരിതം നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ഈ കോർണേഴ്സ് എല്ലാം തന്നെ മാച്ച് ആയി, ഒരേ കളർ കോർണർ വന്നു, കണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വേറെ ഏതോ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ മാച്ചപ്പ് ആയി. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബോണസ് ആയിട്ട് നമ്മുടെ ഈ എഡ്ജും കൂടി മാച്ച് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഡ്ജ്, ഇൻ കേസ് എഡ്ജ് മാച്ച് ആയില്ലെങ്കിലും, എഡ്ജ് മാച്ച് ആയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നേരെ നമ്മൾ ഫുള്ള് മാച്ചപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നോക്കുക, കണ്ടോ. ഇനിയിപ്പോ നമുക്ക് എവിടെയാണ് ഇനി സ്റ്റെപ്പ് ചെയ്യാനുള്ള, നമുക്ക് ഇത് മാത്രം, ഈ എഡ്ജ് മാത്രം സോൾവ് ചെയ്താൽ മതി, കണ്ടോ. ഈ എഡ്ജ് മാത്രം സോൾവ് ചെയ്താൽ മതി. അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ എഡ്ജ് സോൾവ് ചെയ്യുന്ന അൽഗോരിതം നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോയിൽ നമുക്കത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എഡ്ജ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഈ എഡ്ജ് കൂടി സോൾവ് ചെയ്യുമ്പോൾ ഫുള്ള് റൂബിക്സ് ക്യൂബ് സോൾവ് ആകും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവിടെ രണ്ടും വ്യത്യസ്തമായിട്ട് വരുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് വരുത്തേണ്ടത്, ഈ കോർണർ, ഇതും ഇത് കണ്ടോ, ഇത് കോർണർ, ഈ കോർണർ എങ്ങനെയാണ് മാച്ചപ്പ് ചെയ്യുന്ന അൽഗോരിതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം അൽഗോരിതം ചെയ്ത് കഴിഞ്ഞ് മാച്ച് ആയില്ലെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചെയ്ത് അത് മാച്ച് ആകുന്നവരെ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ചെയ്യേണ്ടത്, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഫുൾ മാച്ച് ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പിടിച്ചിട്ടായിരിക്കണം. ചില കേസുകളിൽ ഇവിടെ രണ്ടും മാച്ച് ആകാണ്ട് വരും, ഇതിന്റെ അപ്പുറത്തെ വശത്ത് രണ്ടും മാച്ച് ആയിട്ടും വരും.
അപ്പൊ മാച്ചായ വശം നേരെ പുറകിൽ പിടിച്ചിട്ടാണ് മാച്ചാകാത്ത വശത്തിന്റെ വെച്ചിട്ട് അൽഗോരിതം അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ അൽഗോരിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കോർണർ മാച്ച് ആകുന്ന ഓപ്ഷൻ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നമ്മൾ എപ്പിസോഡിൽ കാണാം. ഇത് നിങ്ങൾ ശരിക്കും പഠിക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇത് ചെയ്യുന്നത് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയല്ലോ, ക്ഷമിക്കണം. നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇത് നമ്മൾ ഫുള്ള് മാച്ചപ്പ് ആകുന്ന വീഡിയോ ആയിരിക്കും ചെയ്യുക അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, അത് നിങ്ങളും ഇത് മൊത്തം പഠിച്ചതിന് ശേഷം മാത്രം അത് കാണുക. ഓക്കെ, ശരി.